Hi, welcome back. We have a PC assembly, a ultimate PC. This is 4K video editing use PC. We use hardware reviews on our YouTube channel. Update this video. I will click link. Click video. This PC assembly we use a motherboard Asus ROG 6 B550F Gaming Wi-Fi 2 motherboard. I use a processor AMD Ryzen 7 5800X. This is AM4 socket processor. This is 8 core 16 threads on this processor. This is our processor. There is a cooling fan. Cooling fan is separate. Paperwork. Processor install lever open socket triangle shape that's this corner. Processor triangle shape. This triangle match. This triangle is the triangle match just കൂടുതൽ ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഈ ഒരു ലിവർ ഇങ്ങനെ വലിച്ചിടണം. നമ്മൾ റാം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് G-Skillന്റെ 8GB 2 റാം സ്റ്റിക്ക് ആണ്. റാം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മദർ ബോർഡിൽ B2ഉം A2 ആണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ 2 റാം ഉപയോഗിക്കുന്നുണ്ട്. ആ 2 സ്ലോട്ടിൽ ജസ്റ്റ് റാം ഇങ്ങനെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ക്ലിപ്പ് ആവും. We use Samsung 1TB NVMe M.2 SSD use ചെയ്യുന്നുണ്ട്. ഈ മദർബോർഡിൽ നമുക്ക് ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് റിമൂവ് ചെയ്യാം. എന്നിട്ട് ആ ഭാഗത്ത് നമുക്ക് SSD പ്ലേസ് ചെയ്യാം. ഈ SSD മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂസ് നിങ്ങളുടെ മദർബോർഡിൻ്റെ ബോക്സിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടാവും. അത് പ്രോപ്പറായിട്ട് എടുത്ത് വെച്ച് മൗണ്ട് ചെയ്യാം. അവസാനം ഈ ഹീറ്റ് സിങ്ക് നമ്മൾ തിരുമുന്നേ റിമൂവ് ചെയ്തത് റീപ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾ റിമൂവ് ചെയ്യണം. ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീപ് കൂളിൻ്റെ ഒരു ലിക്വിഡ് കൂളറാണ്. LS520 എന്ന് പറയുന്ന മോഡലാണ്. ഈ കാണുന്ന ബ്രാക്കറ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള AMDയുടെ AM4 എന്ന് പറഞ്ഞ ബ്രാക്കറ്റ്. ഇത് നമുക്ക് നമ്മുടെ മദർ ബോർഡിൽ കണക്ട് ചെയ്യാം. ലിക്വിഡ് കൂളർ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് നമുക്ക് നമ്മുടെ മദർ ബോർഡ് ക്യാബിനിലോട്ട് കണക്ട് ചെയ്യണം. ആ ക്യാബിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് NCSയുടെ H5 ഫ്ലോർ എന്ന് പറയുന്ന സീരീസ് ആണ്. ഈ കാണുന്നത് ആൻഡ് eSportsന്റെ റോയൽ ഫ്ലോ എന്ന് പറയുന്ന ARGB ഫാനാണ്. നമ്മുടെ ക്യാബിനിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫാൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് 2 ഫാനാണ് പ്രീ ഇൻസ്റ്റാളായിട്ട് നമ്മുടെ ക്യാബിനിൽ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഫാൻസ് മേടിക്കേണ്ട ആവശ്യം വന്നു. യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് ഇതാണ്. ROG 6 8070 Ti എന്ന് പറഞ്ഞ കാർഡാണ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ ഡീപ് കൂൾഡ് DQ850MV2L എന്ന മോഡലാണ്. നമ്മുടെ സിസ്റ്റം അസംബ്ലിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സിസ്റ്റം അസംബിൾ ചെയ്തിട്ട് പവർ കണക്ഷൻസ് എല്ലാം കൊടുത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. കേബിൾ മാനേജ്മെന്റ് മാത്രം നമുക്ക് ബാക്കിയുണ്ട്. കേബിൾ മാനേജ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൻഡോസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കേബിൾ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ബൈ.